ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ ഹരീഷ് വളരെ സങ്കടത്തോടു കൂടി വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചന്തുവും ടിറ്റോയും വർക്ക് ചെയ്യുന്നുണ്ട്. ഹരീഷ് നീതു പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ചന്തുവും ടിറ്റോയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചന്തു പറയുന്നുണ്ട്, ഹരീഷേട്ടനെ പ്രേമനിരേശത്തിൽ പെട്ടുപോയി, എന്താ ഇനിയിപ്പോൾ ചെയ്യാന്നൊക്കെ അവരിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴാണ് ഹരീഷ് മുന്നോട്ട് നടന്നു വരുന്നത്. ആ സമയത്ത് കാലിൽ വർക്ക് ടൂൾ ബോക്സ് കുടുങ്ങാണ് കേട്ടോ. അപ്പോൾ അവൻ ദേഷ്യപ്പെടുന്നുണ്ട്, ആരടാ ഇത് ഇവിടെ കൊണ്ടുവച്ചത്, ഇത് ഇവിടെ നിന്ന് മാറ്റടാ. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ആശാൻ തന്നെയല്ലേ ഇവിടെ കൊണ്ടുവച്ചത്. എന്നിട്ട് പറഞ്ഞ് അവനത് മാറ്റിയാണ് കേട്ടോ. അപ്പോഴേക്കും ഹരീഷ്, ഇത് മാറ്റി ഞാൻ എങ്ങനെ വർക്ക് ചെയ്യണം, ഇവിടെ കൊണ്ട് വെക്കടാ. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ഓ എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഹരീഷ് ചന്തുവിൻ്റെ മെക്കിട്ടായി, എടാ ആ 10-12 സ്പാനർ എവിടെടാ. അപ്പോഴേക്കും അവനത് തിരയാണ് കേട്ടോ. ആ സമയത്ത് ഡിറ്റോ മുന്നിൽ കിടക്കുന്ന ബോക്സിൽ നിന്ന് അത് എടുത്തു കൊടുക്കുകയാണ്. ഹരീഷ് ആണെങ്കിൽ അപ്പം തന്നെ അത് എടുത്തിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. പക്ഷെ ഹരീഷിന് മൈൻഡ് സെറ്റ് ആവുന്നില്ല, വർക്ക് ചെയ്യാനേ പറ്റുന്നില്ല. എന്നിട്ട് അവൻ എന്ന് പറഞ്ഞിട്ട് ആ ടൂൾ അവിടെ ഇടുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ചന്തു പറയുന്നുണ്ട്, ഹരീഷേട്ടാ ഇന്നലെ കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ, ഇതുവരെ അത് റെഡി ആക്കിയിട്ടില്ല, ഒന്ന് പെട്ടെന്ന് റെഡി ആക്കിയിട്ടാ, അല്ലെങ്കിൽ അയാൾ വന്ന് ചീത്ത വിളിച്ചിട്ട് പോയി, അയാൾ ഇപ്പോൾ വരും. അപ്പോൾ ഹരീഷ് ഒരു താല്പര്യമില്ലാത്ത പോലെ, ആടെ ഞാൻ ഷേറ്റിയാക്കാം, ഒന്നും മിണ്ടാതിരിക്കും. ഹരീഷേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അസിസ്റ്റൻ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഹരീഷേട്ടനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു, പിന്നെ അപ്പോൾ ഞങ്ങളും കൂടെ ചീത്ത കേൾക്കേണ്ടി വരുമല്ലോ, പ്ലീസ് ഹരീഷേട്ടാ. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ചന്തു നീ എന്താ പറയുന്നത്, ഹരീഷേട്ടൻ്റെ മനസ്സിലെ പ്രയാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കേട്ടപ്പോൾ ചന്തു, പ്രയാസോ അല്ലടാ പ്രയാസം. അപ്പോൾ ചന്തു പറയുന്നുണ്ട്, നീതു ഇവിടെ വന്ന് പോയതിന് ശേഷമല്ല ഹരീഷേട്ടന് ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ല ഹരീഷേട്ട. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കെന്ത് പ്രശ്നം, അവൾ വന്ന് പോയെങ്കിൽ എനിക്കെന്താ, എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ഹരീഷേട്ടന് ഒരു പ്രശ്നമില്ലേ, ഉറപ്പല്ലേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കെന്ത് പ്രശ്നം, എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടേ, അത്രേ ഉള്ളൂ. അത് കേട്ടപ്പോൾ ചന്തു പറയുന്നുണ്ട്, പ്രായമായ പെൺകുട്ടികൾക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നതിന് എന്ത് മര്യാദക്കെടാ. അത് കേട്ടപ്പോൾ ഹരീഷ് അവനൊന്ന് കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ചന്തു, അയ്യോ സോറി ഏട്ടാ, ഞാൻ വെറുതെ ഒരു ഇതിൽ പറഞ്ഞു തന്നിട്ട് അവൻ വീണ്ടും വർക്കിലേക്ക് തിരിയാണ് കേട്ടോ. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, എടാ അതല്ല ഹരീഷേട്ടൻ്റെ പ്രശ്നം, അവൾ ഇവിടെ വന്ന് കല്യാണം എന്ന് പറഞ്ഞു പോയില്ല, അവളോടാണ് പ്രശ്നം. അത് കേട്ടപ്പം ഹരീഷ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്നും വരുന്ന ഒരാൾ ഇപ്പോൾ വരാതെ പെട്ടെന്നൊരു ദിവസം കല്യാണം എന്ന് പറയുമ്പം അതൊരു മര്യാദക്കേടല്ലേ. അത് കേട്ടപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, എന്ത് മര്യാദക്കേട്, പ്രേമിക്കുന്ന കുട്ടീനോട് സ്വന്തം ചേട്ടന് കെട്ടോ ചോദിച്ചാൽ അത്ര മര്യാദക്കേടൊന്നും അവൾ എന്തായാലും കാണിച്ചിട്ടില്ല. ചന്തും ഡിറ്റോനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, അത് ശരിയാണ്, അങ്ങനെ ഒരു ചോദ്യം കേട്ടാൽ ആരായാലും വേറെ കിട്ടാൻ തീരുമാനിക്കൂലേ. എടാ അവളൊരു നല്ല പെണ്ണാന്ന് കണ്ടോണ്ടല്ലേ ഞാൻ എൻ്റെ ചേട്ടന് വേണ്ടി അവളെ പെണ്ണാലോചിച്ചത് അന്ന് ഹരീഷ് പറയാണ്. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ബെസ്റ്റ്, അതവൾക്ക് വിഷമമായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സോറിയും പറഞ്ഞതല്ലേടാ, പിന്നെന്താ അവൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന ആളെ വേണ്ടെന്ന് അവൾ തീരുമാനിച്ച് കാണും. അപ്പം നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും നമ്മുടെ എഞ്ചിൻ പണിയായിട്ട് മുന്നോട്ട് പോകണം, അതല്ലേ വേണ്ടത്. അതൊക്കെ പോട്ടെ, എന്തായാലും ഹരീഷേട്ടൻ അവളോട് ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ആ കുട്ടിക്കും അടുത്ത് കാണും, എത്രയെന്ന് വെച്ചിട്ട് അവിടെ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ ഒരു തീരുമാനം എടുത്ത്. അതിലൊരു തെറ്റും പറയാനുള്ളതെന്ന് ചന്തു പറയാണ് കേട്ടോ. അപ്പോഴേക്കും നീതു അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, അവൾ വരുന്നുണ്ടല്ലോ. അത് കേട്ടപ്പോൾ ഹരീഷിന് എന്തൊക്കെയോ ഒരു പ്രതീക്ഷ. പക്ഷേ നീതു ആണെങ്കിൽ മൈൻഡ് തന്നെ ചെയ്യാതെ, അങ്ങോട്ട് നോക്ക് പോലും ചെയ്യാതെ അവൾ റോഡ് നടന്നു പോയി കേട്ടോ. അപ്പോൾ ഹരീഷിനാകെ വെപ്രാളായി. എന്നിട്ട് ഹരീഷ് പറയുന്നുണ്ട്, ചന്തു ഒന്ന് പോയി ചോദിക്കടാ. അപ്പോൾ ചന്തു, ഞാനോ എന്ത് ചോദിക്കാൻ, നീ ഒന്ന് പോടാ, എന്താ ഹരീഷേട്ടാ, ഞാൻ എന്താ പറയുക, എടാ നീ ചോദിക്കുക, കല്യാണമൊക്കെ എന്തായി അങ്ങനെയൊക്കെ ചോദിക്കടാ പ്ലീസ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം ഡിറ്റോ പറയുന്നുണ്ട്, ഞാൻ പോയിക്കോളാം, ഇനിയിപ്പോൾ കല്യാണം ഉറപ്പിച്ചെന്ന് കേൾക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ ദുഃഖാചരണം നടത്താമല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ കീ എടുത്ത് സ്കൂട്ടിയിൽ അവളുടെ പിറകെ പോവാണ് കേട്ടോ. അവളെ കണ്ടതും ഡിറ്റോ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല പെങ്ങളെ എന്താ മൈൻഡ് ചെയ്യാതെ പോയത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ എന്തിനും നിങ്ങളെ മൈൻഡ് ചെയ്യണം, അല്ല ഞങ്ങളല്ല ഹരീഷേട്ടനെ ഞാൻ ഇതിൽ മൈൻഡ് ചെയ്യണം എന്നൊക്കെ അവളിങ്ങനെ അങ്ങോട്ട് തർക്കുത്തരം പോലെ പറയണം. അപ്പം ഡിറ്റോ പറയുന്നുണ്ട്, എന്തായാലും ഹരീഷേട്ടൻ്റെ അറിയില്ല, എന്തായാലും പോയിട്ടുണ്ട്, ആൾക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടുണ്ട്, ഒരു വർക്കും ചെയ്യുന്നില്ല, ഓരോന്ന് ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണെന്ന് അവൻ പറയുമ്പോൾ അവൾക്കൊരു പ്രതീക്ഷയോ സന്തോഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല എന്നോട് ചോദിക്കാൻ വിട്ടതാണോ ഹരീഷ്. അതെ, ഹരീഷേട്ടൻ സ്പാർക്കില്ലാത്ത പ്ലഗ് പോലെ വെറുതെ ഇരിക്കുകയാണ്, ശരിക്കും പെണ്ണ് കാണാൻ വന്നോ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ചോദിക്കാൻ പറഞ്ഞോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, പാവം ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ അവൾ പറയാണ്, എന്നാൽ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ പെണ്ണ് കാണാൻ വരുന്നില്ലേ. അപ്പോൾ അവൾ പറയാണ്, ഞാൻ എത്ര കാലമായി ബ്രോ അവൻ്റെ പിറകെ നടക്കുന്നത്, എന്നിട്ട് അവനോ അവൻ്റെ ചേട്ടന് വേണ്ടി എന്നെ ആലോചിച്ചു, വട്ട് പിടിക്കില്ലേ ബ്രോ. അത് കേട്ടപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, പിന്നല്ലാതെ വട്ട് പിടിക്കും, പക്ഷേ അതിലും വട്ടായിരിക്കും കേട്ടോ ഹരീഷേട്ടൻ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വർക്കൊന്നും ചെയ്യുന്നില്ല, ഫുള്ള് ടെൻഷൻ, അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു, ഓരോ ആലോചന, അങ്ങനെയാണ്, ഒന്നും നടക്കുന്നില്ല, കൂടെ ചീത്തവിളിയും, ഇങ്ങനെയാണെങ്കിൽ ആൾ കയ്യിൽ നിന്ന് പോകട്ടോ. ഇത് കേട്ടപ്പോൾ നീതുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അപ്പോൾ ടെൻഷനായി എന്നുള്ള സത്യമാണല്ലേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഉറപ്പായിട്ട് സങ്കടമായിട്ടുണ്ട്. അപ്പോൾ സങ്കടം എന്താണെന്ന് ആൾക്ക് മനസ്സിലായി തുടങ്ങിയില്ല. ഇതൊക്കെ അവൾ ചിരിച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അത്രയും സന്തോഷം അവൾക്ക്, കാരണം ഇത്രയും കാലം പുറകെ കിടന്നിട്ടും തീരെ മൈൻഡ് ചെയ്യാത്ത ഒരാളാണല്ലോ ഇപ്പോൾ തനിക്ക് വേണ്ടി വിഷമിക്കുന്നത്. എന്നിട്ട് ഡിറ്റോ പറയുന്നുണ്ട്, നീതു കള്ളം പറഞ്ഞാന്ന് ഞാൻ പറയട്ടെ ഇനിയെങ്കിലും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, വേണ്ട, കുറച്ച് അനുഭവിക്കട്ടെ, എന്തായാലും ഇനിയും കൂട്ടി പറഞ്ഞോളൂ, വേണമെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ആളെ പറ്റി നീ കൂട്ടിച്ചേർത്ത് പറഞ്ഞോ, 2 കാര്യം കൂടെ, ഓക്കെ, എന്നാലും സാരില്ല. അത് കേട്ടപ്പോൾ ഡിറ്റോ ഏറ്റു,
നമുക്ക് പൊളിക്കാൻ സിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അവൻ പോകുന്ന പോക്കിൽ അവളെ വീണ്ടും വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഡിറ്റോ ഞാൻ പറഞ്ഞ കാര്യം കള്ളാന്ന് ഒരിക്കലും പറയരുത് കേട്ടോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞിട്ടേ ഒരിക്കലും ഇല്ല, നമുക്ക് പൊളിക്കാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഡിറ്റോ അവിടെ കടയുടെ മുന്നിൽ എത്തിയപ്പോഴേക്കും ഹരീഷ് ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, എന്തായി കാര്യം. അത് കേട്ടപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ഏട്ടാ കയ്യിൽ നിന്ന് പോയ ലക്ഷണം തന്നെയാണ്, ഇനി ഇത് മൈൻഡ് ചെയ്യണ്ട. ഇത്രയും കാലം കയ്യിലുണ്ടായിരുന്ന വണ്ടി സ്റ്റാർട്ടാക്കി പോലും നോക്കാതെ പെട്ടെന്നൊരു ദിവസം ലോങ് ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമില്ലല്ലോ. അത്രേ ഉള്ളൂ ഇതും. അവളെന്തായാലും കടലിലെ ഓളത്തിൽ തെന്നി കളിച്ച് പോട്ടെ. ഹരീഷേട്ട ഇവിടെ ഈ ഓയിലും ഗ്രീസും കൊണ്ടിരുന്നോ. ഹരീഷിന് അത് കേട്ടപ്പോൾ ഉള്ള പ്രതീക്ഷയും പോയി. അവൻ ആകെ വിഷമമായിട്ട്. അതുവരെ അവന് വിചാരിച്ചത് എന്താ അവൾ പറ്റിക്കുകയാണെന്നൊക്കെയാണ്. ഇപ്പോൾ അവന് ബോധ്യമായല്ലോ. അതോടുകൂടി ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിട്ട് അവൻ്റെ മനസ്സ്. ഹരീഷാണെങ്കിൽ അത് കേട്ടപ്പോൾ മുതൽ വീണ്ടും ബ്രേക്ക് പോയ വണ്ടി പോലെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഡിറ്റോയ്ക്ക് ഒരു വിഷമം. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, എങ്കിലേ അവൾ ആ കപ്പൽ കയറുന്നില്ലെങ്കിലോ. അത് കേട്ടപ്പോൾ ഹരീഷ് അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊക്കെ പുളുവായിരുന്നു, അവൾ വെറുതെ പറ്റിക്കാൻ പറഞ്ഞ കാര്യമാണ്, എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് പറയണ്ട. ഞാനിപ്പോൾ സത്യം പറഞ്ഞില്ലെങ്കിൽ ഹരീഷേട്ടൻ്റെ വർക്കൊന്നും നടക്കൂല. ആൾ വരുമ്പോൾ നമുക്ക് ചീത്തയും കേൾക്കും. വേഗം വണ്ടി റെഡിയാക്കാൻ നോക്കുക ഹരീഷേട്ടാ. ഹരീഷിനാണെങ്കിൽ തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയൊരു ഫീൽ ആയിരുന്നു കേട്ടോ. ഉള്ളിലുള്ള ഇഷ്ടം ഹരീഷിന് ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കി തുടങ്ങിയെങ്കിലും പിടി കൊടുക്കാൻ തയ്യാറല്ല ഇപ്പോഴും. എന്നിട്ട് ഹരീഷ് ഭയങ്കര ഹാപ്പിയോട് കൂടി ആക്റ്റീവായിട്ട് തന്നെ തൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക്